7 ദിവസം കൊണ്ട് ഒരു ക്രീം നിങ്ങളെ വെളുപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രീം നിങ്ങൾ പോയി മേടിച്ച് തേക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മക്കളെ നിങ്ങൾ പണി കിട്ടുന്നവരുടെ ലിസ്റ്റിൽ കയറി കഴിഞ്ഞു. പണി എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഇത്രയും നാളായിട്ട് സ്കിൻ കെയർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് സ്കിൻ വൈറ്റനിങ് ക്രീമിന്റെ റിവ്യൂ ഒന്നും ഇടാത്തതെന്ന് ചോദിക്കുന്നവരോട്, സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്കിൻ കെയറിൽ ഇല്ല. സ്വന്തം നിറം ഏതാണോ അതിൽ കോൺഫിഡൻസും വിശ്വാസവും ഇല്ലാത്ത കുറെ വാട്ടകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ. അപ്പൊ എന്താണെങ്കിലും ഈ ക്രീമുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 90% ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ശതമാനം കോജിക് ആസിഡ്, അല്ലെങ്കിൽ നയസിനമൈഡ്, അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ക്രീം നിങ്ങൾ തേച്ചാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ വെളുക്കും എന്നൊക്കെ ഇവർ പറയുന്നത്. മക്കളെ ഉള്ളത് പറയാലോ, ഗ്ലൂട്ടാതയോൺ അല്ല, നയസിനമൈഡ് അല്ല, കോജിക് ആസിഡ് അല്ല, ഏത് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ പ്രൊഡക്റ്റിനൊന്നും 7 ദിവസം കൊണ്ട് സ്കിന്നിന് വൈറ്റനിങ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രൊഡക്റ്റിന് ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു 3-4 മാസം കൊണ്ട് ഒരു ബെറ്റർ ബ്രൈറ്റ്നസ്, ഒരു ഗ്ലോ സ്കിന്നിന് തരാൻ കഴിഞ്ഞേക്കാം. അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഈ 7 ദിവസം കൊണ്ട് ഇവർക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്? കിട്ടുന്നവരുണ്ട്. അവിടെയാണ് മക്കളെ ഞാൻ പറഞ്ഞ പണി ഇരിക്കുന്നത്. ഇവർ നിങ്ങളോട് ഭയങ്കര പ്രൗഡായിട്ട് ഗ്ലൂട്ടാതയോൺ ഉണ്ട്, നയസിനമൈഡ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പറയാത്ത കുറച്ച് പ്രോഡക്ട്സ് ഇവരുടെ ക്രീമിലുണ്ട്. സച്ചസ് കുറച്ച് സ്റ്റിറോയിഡ്, കുറച്ച് മെർക്കുറി, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇവരുടെ ഹിഡൻ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാവും. മെർക്കുറിയൊക്കെ ഉള്ള സാധനമാണെങ്കിൽ നിങ്ങളുടെ മെലനിൻ പ്രൊഡക്ഷനകത്ത് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ 7 ദിവസം കൊണ്ട് വെളുത്തിട്ടങ്ങ് പാറും. പക്ഷേ ഒരു കുഴപ്പമുള്ളൂ, വൈകാതെ നിങ്ങളുടെ കിഡ്നി നെർവസ് സിസ്റ്റം ഒക്കെ അങ്ങ് അടിച്ചു. എന്നാലും നമ്മൾ വെളുത്തിട്ട് പാറിട്ടോ. എന്നിട്ട് ഇതുമാർ മാർക്കറ്റ് ചെയ്യുമ്പോൾ പറയും ലാബ് ടെസ്റ്റഡ് ആണ്, 100% സേഫ് ആണ്, നാച്ചുറൽ ആണെന്നൊക്കെ. പൊന്നു മക്കളെ, ഇവരൊക്കെ മാനുഫാക്ചറിങ്ങിനെ പറ്റി അറിയുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. ഇവർ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ബാച്ച് മാത്രം ഉണ്ടാവും ഇവർ പറയുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കൊടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ. പിന്നീട് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന പ്രൊഡക്റ്റിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിന്റെ മുകളിൽ ഈ ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് റിയാലിറ്റി. എന്റെ ഫോളോവേഴ്സിനോട്, എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കളറിൽ കോൺഫിഡന്റ് ആയി നിൽക്കുക. ഇത് കാണുന്ന ഓരോ സ്കിൻ കെയർ ക്രിയേറ്റേഴ്സിനും ഇതിന്റെ റിയാലിറ്റി ഒക്കെ അറിയാം. പക്ഷേ സ്റ്റിൽ പൈസയ്ക്ക് വേണ്ടി അവർ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യും. ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന കുറച്ച് മനസാക്ഷിയുള്ളവരുണ്ടെങ്കിൽ ദയവേത് ഈ വക സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യരുത്.